എന്താണ് പൂഴിക്കാവിലെ പ്രശ്നം? അത് ഇന്നോ ഇന്നലെയോ അല്ല ഈ പ്രതിഷേധം തുടങ്ങിയത്. ദീപക് മലയമ്മ വിശദീകരിക്കും പൂഴിക്കാവിൽ എന്താണ് പ്രശ്നം. കോഴിക്കുന്നിന്റെ അധോഗതി തുടങ്ങിയിട്ട് ഏതാണ്ട് ഒരു വർഷം തികയുകയാണ്. ആദ്യഘട്ടത്തിൽ കുറച്ചൊക്കെ മണ്ണ് ഈ മലനിരയിൽ നിന്ന് കൊണ്ടുപോയെങ്കിൽ പിന്നീട് മെയ് മാസത്തിലേക്ക് എത്തിയപ്പോൾ അത് നിർബാധം തുടർന്നു. അന്ന് കരാർ കമ്പനിയായ വാഗാദ് രാപ്പകൽ ഒരുപോലെ ഈ മലയെ തുരന്നെടുത്തു. പിന്നീട് അങ്ങോട്ടാണ് സമരവും അതിനപ്പുറം അടിയും പിടിയും ബഹളവുമെല്ലാമായി ഈ ഒരു മേഖല ഇത്ര കണ്ട് അശാന്തമായത്. ഇങ്ങനെ പച്ചപ്പ് നിറഞ്ഞ ഒരു മലനിരയിൽ നിന്ന് മെയ് മാസം മുതൽ നിർബാധം മണ്ണെടുപ്പ് തുടങ്ങിയെന്ന് നേരത്തെ പറഞ്ഞല്ലോ. അത് പിന്നീട് മഴക്കാലമായപ്പോഴേക്കും അല്പമൊന്ന് അവസാനിപ്പിക്കുന്ന സ്ഥിതിവിശേഷമുണ്ടായി. 3-4 മാസങ്ങൾക്കിപ്പുറം വീണ്ടും മണ്ണെടുപ്പ് നിർബാധം തുടർന്നു. അന്ന് ഈ നാട്ടിലെ കുറച്ച് യുവാക്കൾ അത് ചോദ്യം ചെയ്ത വാഹനം തടഞ്ഞു. അന്ന് മുതലാണ് തർക്കമുണ്ടാകുന്നത്. ഈ ഭൂമിയുടെ ഉടമയും നാട്ടുകാരുമായി കയ്യാങ്കളിയിലേക്ക് വരെ കാര്യങ്ങളെത്തി. അതിനു പിന്നാലെ തന്നെ പിന്നീട് ജനകീയ സമരസമിതി രൂപീകരിക്കുകയും കോഴിക്കുന്നിനെ സംരക്ഷിക്കാനുള്ള നീക്കങ്ങൾ തുടങ്ങുകയും ചെയ്തു. നിയമയുദ്ധങ്ങൾ ഉൾപ്പെടെ നിരവധിയായി നടത്തി. ജില്ലാ കളക്ടറെ ഉൾപ്പെടെ സമീപിക്കാൻ ഈ നാട്ടുകാർ തയ്യാറായി. അങ്ങനെ ചില തീരുമാനങ്ങൾ വാക്കാലുണ്ടാവുകയും ചെയ്തു. മണ്ണെടുപ്പ് താൽക്കാലികമായി നിർത്തിവെക്കണമെന്ന് കളക്ടർ നാട്ടുകാർക്ക് ഉറപ്പ് നൽകുകയും ചെയ്തു. ഇന്നലെ പക്ഷേ സംഭവിച്ചത് മറ്റൊന്നാണ്. തഹസിൽദാരും ജിയോളജിസ്റ്റും ഒക്കെ നോക്കി നിൽക്കെ പോലീസിന്റെ മൗനാനുവാദത്തോടുകൂടി ഈ നാട്ടുകാരെ എല്ലാം മറികടന്നുകൊണ്ട് ഇവിടെ നിന്ന് നിർബാധം ലോഡ് കണക്കിന് മണ്ണ് പുറത്തേക്ക് ദേശീയപാത നിർമ്മാണത്തിനായി കരാർ കമ്പനി കൊണ്ടുപോയി. അങ്ങനെയാണ് ഇന്നത്തെ സമരമുറയിലേക്കും അടിപിടിയിലേക്കും കാര്യങ്ങൾ ചെന്നെത്തിയത്. മണ്ണെടുപ്പ് നീക്കത്തിനെതിരെ ഒരു പ്രതിഷേധ മാർച്ച് ഇന്ന് ജനകീയ സമരസമിതിയുടെ നേതൃത്വത്തിൽ കോഴിക്കാവിൽ നടന്നു. ആ സമയത്തും ഇവിടെ മണ്ണിടിച്ചുകൊണ്ട് JCB കരങ്ങൾ ആ മണ്ണ് മാന്തി ലോറിയിലേക്ക് ഇടുന്നുണ്ടായിരുന്നു. ആ മണ്ണ് നീക്കം സാധ്യമാകുമെന്ന് കണ്ടപ്പോഴാണ് പോലീസ് പൂർണ്ണമായും സമരക്കാരെ തടഞ്ഞത്. അത് പിന്നീട് കയ്യാങ്കളിയിലേക്ക് എത്തി. എന്തിനേറെ പറയുന്നു, സമരസമിതിയുടെ ചെയർമാനായിട്ടുള്ള ചേളന്നൂർ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കൂടിയായിട്ടുള്ള സുരേഷ് കുമാറിനെ മണ്ണിലൂടെ വലിച്ചിഴയ്ക്കുന്ന നടപടിയിലേക്കടക്കം പോലീസ് കാര്യങ്ങളെ കൊണ്ടെത്തിക്കുകയും ചെയ്തു. ഏറ്റവും ഒടുവിൽ പോലീസും നാട്ടുകാരും ചേർന്ന് ഒരു ചർച്ച നടന്നു. ആ ചർച്ചയിൽ ഇപ്പോൾ അന്തിമമായ ഒരു തീരുമാനത്തിലേക്ക് അല്ലെങ്കിൽ പോലും കാര്യങ്ങൾ എത്തിയിട്ടുണ്ട്. ആ ഉറപ്പിന്റെ പുറത്ത് മാത്രമാണ് താൽക്കാലികമായെങ്കിലും ഇന്നത്തേക്കുള്ള സമരമാർഗം അവസാനിപ്പിച്ച് നാട്ടുകാർ പിരിയാൻ തയ്യാറാകുന്നതും. വീഡിയോ ജേർണലിസ്റ്റ് ഷനിൽ കണ്ണനൊപ്പം റിപ്പോർട്ടർ ദീപക് മലയമ്മ, ഇൻ റിപ്പോർട്ടർ, കോഴിക്കോട്.